63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ട്രൂഡോർ സെൻ്ററിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്റ്റാളിലാണ്. എന്താണ് ഈ സ്റ്റേറ്റ് ട്രൂഡോർ സെൻ്റർ എന്നുള്ളത് നമുക്ക് ഇതിലും മനസ്സിലാക്കാൻ സ്റ്റേറ്റ് സെൻറ്റർ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപിച്ചതാണ്. അത് 1962 ഇപ്പോൾ അതിൻ്റെ കേരള ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ് സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്റർ കമ്മ്യൂണിറ്റി കോളേജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കമ്മ്യൂണിറ്റി കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും നീഡി ബേസ്ഡ് ആയിട്ടുള്ള ലോക്കൽ സ്പെസിഫിക് ആയിട്ടുള്ള ആർക്കും പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കോഴ്സുകളാണ്. ഇപ്പോൾ UG PGയുടെ കാലം കഴിഞ്ഞു. നമുക്ക് അത്യാവശ്യം ഒരു ഷോർട്ട് ടൈം കൊണ്ട് കോഴ്സുകൾ പഠിക്കുക, സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക. 3 കാറ്റഗറി ആയിട്ടാണ് കോഴ്സുകൾ തിരിച്ചിരിക്കുന്നത്. ഒന്ന് യൂത്തിനൊരു എംപവർമെൻറ്റ്, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, പിന്നെ കരിയർ ഡെവലപ്മെൻറ്റ്. ഇതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്താണ് ഈ ഒറിജിനൽ ആറന്മുള കണ്ണാടി എന്നുള്ളത്? അതൊരു കൗതുകമായിട്ടുള്ള പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ആറന്മുള കണ്ണാടി എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് നമുക്ക് ഇവിടെ തന്നെ കുറിച്ച് ചോദിക്കാം. എന്താണ് ഈ ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ത്രിമാന രൂപമാണ് കാണുന്നത്. നീളം, വീതി, വണ്ണം. അതായത് സാധാരണ കണ്ണാടി നീളവും വീതിയും വശം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് 3 വശമാണ്. വണ്ണം കൂടെ കാണാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാതെ ഇത് ലോഹങ്ങളുടെ കൂട്ടാണ്. ഈ 5 ലോഹങ്ങൾ ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാണ്. അത് ഉരച്ച് മിനുസപ്പെടുത്തിയാണ് ഈ കണ്ണാടി ഉണ്ടാക്കുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ കണ്ണാടി മാറ്റം ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഫോക്ക് ഡാൻസിന് A ഗ്രേഡ് ലഭിച്ച ആഷിലാണ് ഇപ്പോൾ നമ്മളൊപ്പം ഉള്ളത്. ആഷില എവിടുന്നാണ്? ആദ്യമായിട്ടാണോ സംസ്ഥാന തലം? അപ്പോൾ അതിന് A ഗ്രേഡ് അടിക്കുകയും ചെയ്തു. എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് എത്ര വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഈ സംസ്ഥാനത്തിന് പങ്കെടുക്കുക? അത് മോൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിനെ പ്രതിനിധീകരിച്ച് വന്ന് A ഗ്രേഡാണ് ലഭിച്ചിരിക്കുന്നത്. കൂടെ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഏത് സ്കൂളാണ്? എടുത്തോ. ഐറ്റംസിന് A ഗ്രേഡ് ലഭിച്ച കുട്ടികളാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. അവരുടെ അച്ഛനും അമ്മയും കലാകാരനും കലാകാരികളാണ്. നമുക്ക് അവർ ഏതൊക്കെ ഐറ്റംസിനാണ് കിട്ടിയത്? എന്താ മോളുടെ പേര്? ഏത് സ്കൂളിലാണ് വരുന്നത്? സ്ഥലം എറണാകുളം. ഏതൊക്കെ ഐറ്റംസിനാണ് മോൻ കിട്ടിയത്? 5 ഐറ്റം. 2 ഐറ്റംസിന് മോളാണ്. ആദ്യമായിട്ടാണ് സംസ്ഥാനത്തിലേക്ക് പങ്കെടുക്കുന്നത്.
ശ്രീ GR അനിൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ആലോചിക്കുകയായിരുന്നു എന്തൊരു വൈബാണ് ഈ പരിപാടി. നമുക്ക് ഒരിക്കലും ഇത്തരം ഒരു പരിപാടി നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാനില്ല. ഈ സംസ്ഥാനം നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് സ്കൂൾ യുവജനോത്സവം. ലോകത്തിന്റെ മുന്നിൽ നമുക്ക് അഭിമാനത്തോടെ ഒരാൾക്കും ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയെടുപ്പോടുകൂടി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. സത്യത്തിൽ 4-5 ദിവസം ഈ സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10 വയസ്സിലേക്ക് പ്രായം എനിക്ക് കുറഞ്ഞതാണ്. എല്ലാവരെയും ബാല്യത്തിലേക്കും കൗമാരത്തിലേക്കും അവരുടെ ഗൃഹാതുരത്തിൽ നിറഞ്ഞ സ്മരണകളിലേക്കും എല്ലാം കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കുട്ടികളുടെ വിസ്മയകരമായ പരിപാടികൾ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോ പരിപാടിയിലെയും പെർഫെക്ഷൻ. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു, ഞാനിവിടെ ഗ്രൂപ്പ് ഡാൻസ് കാണാൻ ഈ സ്റ്റേജിൽ പോയിരുന്നു. ഞാൻ ഓർത്തത് ഇതിന്റെ ജൂറിയെ കുറിച്ചാണ്, ജഡ്ജിമാരെ കുറിച്ചാണ്. ഇവരെങ്ങനെ മാർക്ക് അത്ര പെർഫെക്ഷനാണ് ഓരോ ഡാൻസ്